ഹലോ, ഇന്ന് ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളൊരു എയർ ഡ്രൈ ക്ലേ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. വേറൊന്നുമല്ല ഇന്ന് ഉണ്ടാക്കുന്നത് ഫ്ലവർ ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ക്ലേ നീളത്തിന് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് കാണുന്നത് പോലെ ഒന്ന് പിന്നി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ബാസ്ക്കറ്റാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മെഷറിംഗ് കപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വലിയ സൈസ് മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഫുള്ളും എടുക്കുക. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പല കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞൻ റോസ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു കുഞ്ഞ് ബോൾസ് എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വിരലുകൊണ്ട് പ്രസ് ചെയ്ത് അടുത്തടുത്ത് ഇതുപോലെ ഒന്ന്, അതായത് ഒന്നിൻ്റെ അടുത്ത് ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് വിരലുകൊണ്ട് തന്നെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ ക്യൂട്ട് റോസ് ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3-4 കളേഴ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡ്, യെല്ലോ, അങ്ങനെയൊക്കെ പിങ്ക്, ഓറഞ്ച്, അങ്ങനെ എല്ലാം കളേഴ്സിലും ഒരുവിധം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണുന്നത് പോലെ റോസും റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ല, എന്നാൽ ഈസിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നമുക്കിത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം എയർ ഡ്രൈ ക്ലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ചിലപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ബാസ്ക്കറ്റിനകം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ക്ലേ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഫ്ലവറും കൂടെ അറേഞ്ച് ചെയ്യുമ്പം നമ്മുടെ ബാസ്ക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇനി നിങ്ങൾക്ക് ക്ലേ വെച്ച് തന്നെയാണ് ഫുള്ളും ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പേപ്പറിൻ്റെ പകരം നിങ്ങൾക്ക് ക്ലേ വെച്ച് വേണമെന്നുണ്ടെങ്കിലും ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യാം. എന്നിട്ട് ഞാൻ കുറച്ച് ലീഫും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലീഫ് ഞാൻ കുറച്ച് ചെറുതായിട്ട് നീളത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒറിജിനൽ ആ ഒരു റോസിൻ്റെ ആ ഒരു രീതിയിൽ കുറച്ച് വീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ ചെറുതായിട്ട് ചിലപ്പം ഇല വലുതായി കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ബാസ്ക്കറ്റിന് ഒരു ചെറിയ ഹാൻഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഫ്ലവർ വെയർ ഇതുപോലെ എടുത്ത് ഒന്ന് വെച്ച് നോക്കി എത്രത്തോളം നമുക്ക് വലുപ്പത്തിൽ വേണമെന്ന്. എന്നിട്ട് അതും ക്ലേ കൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയറും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഇതുപോലെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്ത് ഐറ്റമാണ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കാണിക്കാം നമുക്ക് വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്